നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ ആന്റി, നിങ്ങൾ മരിച്ചു പോയതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിത് ആരോട് പറയാനാ? നിങ്ങൾക്കിത് ആരോടും പറയാൻ കഴിയില്ലല്ലോ. ഞാൻ ഇവിടെ ചില ഓപ്പറേഷൻസ് നടത്താൻ പോവാ. ചില ഹിഡൻ ഓപ്പറേഷൻസ്, ചില രഹസ്യ നീക്കങ്ങള്. അതിനു വേണ്ടിയാണ് ഈ മൊബൈല്. ഇതിന്റെ ക്യാമറ ഞാൻ ഓൺ ചെയ്ത് വിശാലിന്റെ മുറിയിൽ രഹസ്യമായിട്ട് വെക്കും. അതെന്തിനാന്നറിയാവോ? കാര്യമുണ്ടെന്നേ. ഒന്നും കാണാതെ ജാസ്മിൻ ഒന്നും ചെയ്യില്ലല്ലോ. ജാസ്മിന്റെ കളികളെ കാണാൻ പോകുന്നേ ഉള്ളൂ. എന്തൊക്കെ തായം കളിച്ചിട്ടായാലും വിശാലിനെ കൊണ്ട് ഞാൻ എന്റെ കഴുത്തിലെ താലി കെട്ടിക്കും ആന്റി. അപ്പോ ആന്റിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് ഉണ്ടാവണം. പോട്ടെ. ഈ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓൺ ചെയ്ത് ഇത് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കണമല്ലോ. ഇപ്പൊ ഈ മുറിയിൽ നടക്കുന്നത് മുഴുവൻ ഈ ക്യാമറയിൽ റെക്കോർഡാവും. ജാസ്മിന്റെ ബുദ്ധി എന്താണെന്ന് ഇവിടുള്ളവർക്ക് അറിയില്ല. മോളെ പാർവതി, വിശാലിലുള്ള നിന്റെ വിശ്വാസം നശിച്ചാ നീ അവനെ ഇട്ട് പോവുമല്ലോ. നിന്റെ വിശ്വാസം തകർക്കാനുള്ള പദ്ധതിയാ ഞാൻ ഒരുക്കുന്നത്. ഇന്ന് പൗർണമി പൂജ കഴിഞ്ഞ് നീ അതിന്റെ പ്രസാദം വിശാലിന് കൊടുക്കും. അതിനു മുമ്പ് നീ കൊടുക്കാൻ പോകുന്ന ആ പ്രസാദത്തിൽ ഞാൻ ഉറക്ക ഗുളിക കലർത്തും. ഉറക്ക ഗുളിക ചേർത്ത പ്രസാദം കഴിക്കുന്ന വിശാല് ബോധം നശിച്ചു മയങ്ങും. അന്നേരം ഞാൻ ഇവിടെ വരും. പിന്നെയാണ് സീൻ. ആ സീനി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാ. പക്ഷേ അത് കണ്ട നീയെന്നല്ല ഏത് പെണ്ണും വിശാലിനെ വെറുക്കും. സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിനൊപ്പം കിടപ്പറ പങ്കിടുന്നത് നിനക്ക് സഹിക്കാനാവോ പാർവതി? ഇതിന്റെ കഥയും തിരക്കഥയും സംവിധാനവും ക്യാമറയും ഞാൻ ആരെങ്കിലും നാളെ ഞാൻ എല്ലാവരോടും പറയാൻ പോകുന്നത് വിശാലന്റെ ചാരിത്രം നശിപ്പിച്ചു എന്നായിരിക്കും. അങ്ങനെ ഞാൻ നാണം കെട്ടായാലും വിശാലിനെ നേടിയിരിക്കും. ഇത് കഴിച്ച് പാർവതി നീ നിന്റെ മുറിയിലും വിശാൽ അവൻ്റെ മുറിയിലും ഉറങ്ങണം. അന്നേരം ഞാൻ എൻ്റെ പ്ലാൻ നടപ്പിലാക്കും.
ഇന്ന് രാത്രി കഴിഞ്ഞാൽ വിശാലിനെ ഞാൻ എന്റേതാക്കി മാറ്റും പാർവതി. വിശാൽ സർ. ആ പാർവതി വാ. എന്താ ഇത്? ഇന്ന് പൗർണമിയല്ലേ? ഇത് ചന്ദ്രഭഗവാന് നിവേദിച്ച പ്രസാദാ. ഞാനിത് വിശാൽ സാറിന് തരാൻ വന്നതാ. അമ്മയും ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാ പൗർണമിക്കും ചന്ദ്രഭഗവാന് നിവേദ്യം സമർപ്പിക്കും. അമ്മ മരിക്കുന്നിടം വരെ ആ പതിവിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പ്രസാദം നിവേദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കൊണ്ടുവരും. എന്നിട്ട് അതെനിക്ക് വാരിത്തരും. ഇപ്പം അത് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത നൊമ്പരം തോന്നുക പാർവതി. ഇനി അതേക്കുറിച്ച് ഓർമ്മിക്കാനല്ലേ സാധിക്കും. ഇനി ഒരു പൗർണമിക്കും ചന്ദ്രന് പ്രസാദം നിവേദിക്കാൻ അത് എന്നെ ഊട്ടാനും അമ്മ വരില്ലല്ലോ. സാറ് വിഷമിക്കാതിരിക്കുക. അമ്മ ഒരു ദിവസം വരും, സാറിനെ കാണും. പിന്നിപ്പോ അമ്മയ്ക്ക് പകരം ഞാനുണ്ടല്ലോ സാറിന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.